ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിൽ ഷിഗല്ല ബാധിച്ച് യുവാവ് മരിച്ചു. മാപ്രാണം സ്വദേശിയായ 43-കാരനാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഷിഗല്ല ബാധ വ്യക്തമായത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. തൃശൂരിൽ സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർത്തലാക്കിയ KSRTCയുടെ ഗ്രാമീണ ബസ്സുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശബരിമല മാതൃകയിലുള്ള വെർച്വൽ ക്യൂ സംവിധാനം ഉടനെന്ന് മന്ത്രി K മുരളീധരൻ. ക്ഷേത്ര നഗരിയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 9 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെ ഒരുമിച്ച് അണിനിരക്കണമെന്നും ആഭ്യന്തരമന്ത്രി. സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ സപ്ലൈകോ. അന്തിക്കാട് 1000-ഓളം കോൾ കർഷകർ വലയുന്നു. വിശദാംശങ്ങളിലേക്ക്. തൃശൂരിൽ ഷിഗല്ല ബാധിച്ച് യുവാവ് മരിച്ചു. മാപ്രാണം സ്വദേശിയായ 43-കാരനാണ് മരിച്ചത്. വയറുവേദനയെ തുടർന്ന് കൊടകരയിലെ ശാന്തി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഷിഗല്ല ബാധ വ്യക്തമായത്. ഉറവിടം കണ്ടെത്താൻ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഷിഗല്ല ബാധിച്ച് മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഈ മാസം 12-ാം തീയതിയാണ് കുട്ടിയെ പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വടക്കാഞ്ചേരിയിലും 2 കുട്ടികൾക്ക് ഷിഗല്ല ബാധിച്ചിരുന്നു. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമായിരുന്നു രോഗബാധ. ഇരുവരും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗം പടരാതിരിക്കാൻ സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ ചാർജ് ഷീറ്റ് സമർപ്പിച്ച ശേഷം മാത്രമേ സർക്കാർ തുടർ നടപടികൾ ഇടപെടുകയുള്ളൂ. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിയമിച്ചുകൊണ്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർക്കുലറിനെതിരെയും മന്ത്രി വിമർശനമുന്നയിച്ചു. ഈ ഉത്തരവ് നടപ്പാക്കരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. RSS പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാരുടെ നടപടി ശരിയായില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒരു മതത്തിന്റെ മാത്രം പേര് പറഞ്ഞ് നടത്തുന്ന സമ്മേളനങ്ങളിൽ എല്ലാ വിഭാഗത്തിനും വിധാനം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലെ VC-മാർ പങ്കെടുക്കാൻ പാടില്ല. VC-മാരാണ് പങ്കെടുത്തത്. ഗവർണറുടെ കാര്യം ഗവർണറുടെ സ്വന്തം ഇഷ്ടമാണ്, പങ്കെടുക്കണോ വേണ്ട. പക്ഷെ VC-മാർ അങ്ങനെയല്ല. VC-മാർ പങ്കെടുക്കുന്നത് ശരിയല്ല. അവർ കേരള ഗവൺമെന്റ് കൂടെ ഭാഗമാണ്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കരുത്, പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതവർ നടപ്പാക്കുന്നില്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇത് തുടർച്ചയാണല്ലോ. LDF സർക്കാരിന്റെ ഭാഗമായിട്ടാണല്ലോ. ജയകുമാർ എന്ന് പറഞ്ഞാൽ തികച്ചും നിഷ്പക്ഷനായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്. പക്ഷേ മിനിഞ്ഞാന്നത്തെ ട്രാൻസ്ഫറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ധാരണയിൽ സർക്കാർ മുന്നോട്ട് പോയി. സ്ത്രീശക്തിക്കുള്ള അംഗീകാരമാണ് സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ ബസ് യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ KSRTC ഡിപ്പോയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 80% വരുന്ന സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്രയുടെ പ്രയോജനം ലഭിക്കും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ഒരുക്കുന്നതെങ്കിലും അടുത്ത ഘട്ടമായി മറ്റു ബസ്സുകളിലും സൗജന്യ യാത്ര സൗകര്യം വ്യാപിപ്പിക്കും. അതിനെപ്പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി സമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യം യാത്ര ആരംഭിച്ച തൃശൂർ പാലക്കാട് ടൗൺ ടു ടൗൺ പ്രിയദർശിനി ബസ്സിൽ സ്ത്രീ യാത്രക്കാർക്കൊപ്പം മന്ത്രിയും സംഘവും തൃശൂർ തെക്കേ ഗോപുരനട വരെ യാത്ര ചെയ്തു. പഠനകാലത്താണ് താൻ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നതെന്നും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതെന്നും മന്ത്രി ബസ് യാത്രയ്ക്ക് ശേഷം പറഞ്ഞു. സ്ത്രീകളോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്ത മന്ത്രി അടക്കം 30ഓളം പുരുഷന്മാർക്കുള്ള ടിക്കറ്റിന്റെ പണം MLA രാജൻ ജെ പല്ലൻ കണ്ടക്ടർക്ക് നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ADO TA ഉബൈദ്, DIG T നാരായണൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുത്തു. നിലവിൽ തൃശൂർ ഡിപ്പോയിൽ നിന്ന് 20 ഓർഡിനറി ബസ്സുകളാണ് സ്ത്രീ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. UDF പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ 5ാം വർഷത്തിലേക്ക് മാറ്റിവെക്കാതെ സർക്കാരിന്റെ ആദ്യ മാസത്തിനുള്ളിൽ നടപ്പിലാക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റുകൾ ആവർത്തിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം മാളയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയെ ലാഭത്തിലാക്കാൻ ചില പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. നിർത്തലാക്കിയ ചില ഗ്രാമീണ സർവീസുകൾ പുനരാരംഭിക്കുമെന്നും ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത മന്ത്രി വിദ്യാർത്ഥികൾക്കൊപ്പം മാള കാർമൽ കോളേജ് വരെ യാത്ര ചെയ്തു. ആദ്യ സൗജന്യ യാത്രാ ടിക്കറ്റ് അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവന് മന്ത്രി കൈമാറി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിൽവി സേവ്യർ, റോസലി ഫ്രാൻസിസ്, സുനിത സജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കുടിയൻ, കാവ്യ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തൃശൂർ KSRTC ബസ് സ്റ്റേഷനിലേക്ക് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. VD സതീശൻ സർക്കാർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ആരോപിച്ചു. എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് KSRTC ബസ് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യയാത്ര അനുവദിച്ച VD സതീശൻ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതിനാൽ ഇത് വഞ്ചനാ ദിനമാണ്. വാഗ്ദാനങ്ങൾ നൽകി വോട്ട് നേടി അധികാരത്തിലേറിയപ്പോൾ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി എന്ന ആ പേര് പോലെ തന്നെ പദ്ധതിയും വ്യാജമാണെന്ന് തെളിഞ്ഞതായി അനീഷ് കുമാർ പറഞ്ഞു. മധുരമായിട്ടുള്ള എന്തൊരു വാഗ്ദാനമായിരുന്നു. KSRTC ബസ്സുകളിൽ മുഴുവൻ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര നൽകാനുള്ള ബാധ്യത ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു പറ്റിക്കലല്ലാതെ മറ്റെന്താണ്? എന്നല്ല ഇന്ദിരാ പ്രിയദർശിനി ഗാന്ധി, ആ ഗാന്ധി തന്നെ വ്യാജാണ്. ആ പേരാണ് ഈ പദ്ധതിക്ക് ഇട്ടിട്ടുള്ളത്. ആ പേര് പോലെ തന്നെ വ്യാജമാണ് നിങ്ങൾ നടപ്പാക്കിയ ഈ പദ്ധതി. ചക്ക കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചക്കക്കുരു കൊടുത്തിട്ട് വലിയ സംഭവമായി എന്നാണ് പറയുന്നത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, കോർപ്പറേഷൻ കൗൺസിലർമാരായ രഘുനാഥ് C മേനോൻ, പത്മിനി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. പ്രിയദർശിനി സൗജന്യ യാത്ര പ്രാദേശിക ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. മന്ത്രി OJ ജനീഷ് ആദ്യ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ കൗൺസിലർ VM ജോണി അധ്യക്ഷത വഹിച്ചു. KSRTC യൂണിറ്റ് ഇൻസ്പെക്ടർ P ദിലീപ് കുമാർ, DYSP പ്രമോദ്, PJ ജോൺ മിൽട്ടൺ, MK കൃഷ്ണകുമാർ, AK ബീന, ES സാബു, KP സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശബരിമല മാതൃകയിൽ വെർച്വൽ ക്യൂ സംവിധാനം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്ഷേത്രനഗരിയുടെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്ത അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 9 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ദേവസ്വത്തിലെ ആനകളുടെയും പശുക്കളുടെയും പരിചാരണത്തിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. ദേവസ്വത്തിന് കീഴിലുള്ള ആശുപത്രിയുടെ നിലവിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന തീരുമാനം അതാണ്. വെർച്വൽ ക്യൂ സമ്പ്രദായം നടപ്പിലാക്കുക. ശബരിമലയിലൊക്കെ അത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അത് ഗുരുവായൂരിലും ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് ഈ ഗുരുവായൂരിൻ്റെ വികസനമാണ്. പലപ്പോഴും പല മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും അതൊന്നും ഫലവത്തായിരുന്നില്ല. ഈ ഭരണസമിതി ഇത് സംബന്ധിച്ചൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് അക്വിസിഷൻ നടപടികൾ, അത് റവന്യൂ വകുപ്പിനോട് മൊത്തം ഗുരുവായൂരിൻ്റെ വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കാൻ 9 മാസത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ അത് പൂർത്തിയാക്കാൻ കഴിയും. കാരണം ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെ നവീകരിച്ച ദീപസ്തംഭത്തിന്റെ സമർപ്പണം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചെന്നൈയിൽ വ്യവസായം നടത്തുന്ന സനിൽകുമാർ എന്ന ഭക്തനാണ് നവീകരണ പ്രവൃത്തി വഴിപാടായി സമർപ്പിച്ചത്. കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണെന്നും ലഹരിക്കെതിരെ ഒരുമിച്ച് അണിനിരക്കേണ്ട സന്ദർഭമാണിതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ഗോൾ കിക്ക് തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ രാസലഹരി വ്യാപകമാവുകയാണ്. പുതുതലമുറയെ തകർക്കാൻ ബോധപൂർവമായ പരിശ്രമമാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ വേരറുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കമ്മീഷണർ നകുൽ R ദേശ്മുഖ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് DCC ഓഫീസിൽ സ്വീകരണം നൽകി. രമേശ് ചെന്നിത്തലയെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഷാളണിയിച്ച് സ്വീകരിച്ചു. രാജൻ ജെ പല്ലൻ MLA, മുൻ DCC പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ഒന്നര മാസം മുൻപ് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ തുക കിട്ടാതെ അന്തിക്കാട്ടെ 1000-ഓളം കോൾ കർഷകർ വലയുന്നു.
അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിൽ നിന്ന് 24,36,860 കിലോ നെല്ല് ശേഖരിച്ചു കൊണ്ടുപോയി 1.5 മാസം കഴിഞ്ഞിട്ടും വില അന്വേഷിച്ചെത്തുന്നവർക്ക് എന്ന് കിട്ടുമെന്ന് കൃത്യമായി പറയാൻ പോലും അധികൃതർക്ക് കഴിയുന്നില്ലെന്ന് ആക്ഷേപം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് എന്നീ ബാങ്കുകളുമായാണ് സർക്കാർ കരാറുണ്ടാക്കിയിരിക്കുന്നത്. അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിൽ നിന്നുള്ള കർഷകരുടെ 7.5 കോടിയോളം രൂപ നൽകാതെ സപ്ലൈകോയും ബാങ്കുകളും ചേർന്ന് കബളിപ്പിക്കുകയാണെന്ന് അന്തിക്കാട് കോൾപ്പടവ് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം PRSുമായി കനറ ബാങ്കിന്റെ പെരിങ്ങോട്ടുകര ബ്രാഞ്ചിലെത്തിയ കർഷകർക്ക് ദുരനുഭവമുണ്ടായി. ബാങ്കിൽ നിന്ന് ലഭിച്ച ടോക്കണുമായി നിശ്ചിത ദിവസം വീണ്ടും ബാങ്കിലെത്തിയപ്പോൾ സർക്കാർ അനുവദിച്ച ഫണ്ട് കഴിഞ്ഞുവെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് കൃഷിക്കാർ പറയുന്നു. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഞങ്ങളുടെ കോൾപ്പടവിലെ നെല്ല് കൊയ്ത് കൊണ്ടുപോയതാണ്. സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള സപ്ലൈകോ ആണ് നെല്ലെടുക്കുന്നത്. നെല്ല് കൊണ്ടുപോയി ഇപ്പോൾ ഒരു 1.5 മാസത്തിലേറെയായി. അതിൻ്റെ പൈസ അന്വേഷിച്ച് ബാങ്കുകളിൽ ചെല്ലുമ്പോൾ ബാങ്കുകാർ നമ്മളെ കളിയാക്കുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. കനറ ബാങ്കുകാർ അവർക്ക് ഫണ്ട് വന്നു എന്ന് പറഞ്ഞ് അറിയിച്ചതിന് മുതന്ന് ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി ബാങ്കിൽ പോയി. തിങ്കളാഴ്ച തിരക്ക് കൂടുമല്ലോ എന്ന് കൂട്ടി ഞാൻ ചൊവ്വാഴ്ചയാണ് പോയത്. ചൊവ്വാഴ്ച വന്നപ്പോൾ അവർ പറഞ്ഞത് തിരക്കാണ്, നിങ്ങൾക്ക് ടോക്കൺ തരാം. കുറേ നേരം അവിടെ ഇരുത്തിയിട്ട് അതിനുശേഷമാണ് ഇരുത്തി ഒരു 11:30-12 മണിയായ നേരത്താണ് പറയുന്നത് ഞങ്ങൾക്ക് തിരക്ക് കൂടി, അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കൊടുത്ത ടോക്കൺകാരോട് ഉണ്ട്, അവർക്ക് പൈസ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ 2 ദിവസം കഴിഞ്ഞ് ഇനിയൊരു 15-ാം തീയതി 16-ാം തീയതി വരെ അവർ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ വ്യാഴാഴ്ച കാലത്ത് ചെല്ലുമ്പോൾ ഇവരെ സ്ഥിതി മാറി. നിങ്ങൾ പോയിക്കോളെ, ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടോ ഫണ്ടൊക്കെ കഴിഞ്ഞോട്ടാ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കണക്കൂട്ടി ഞങ്ങൾക്ക് ടോക്കൺ തന്നെ ചോദിച്ചു. അപ്പോൾ പറയുന്നത് അത് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഞങ്ങൾക്ക് ആകെ 50 കോടിയെ കിട്ടിയുള്ളൂ, അത് കഴിഞ്ഞു. ആ നേരത്താണ് ഇത് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നക്കാപ്പിച്ച കാശ് വന്നതിനാണോ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ച് വരത്തത്, ഈ ടോക്കൺ തരലും സംവിധാനമൊക്കെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമില്ല. ഞങ്ങൾ അറിയില്ല സാറേ, ചേട്ടാ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നത്, ഇത്രയും ഫണ്ടുള്ളൂ, ഫണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി വിട്ടു. TCV തൃശ്ശൂർ. RSS പരിപാടിയിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തത് ഗുണകരമായ ഒന്നല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കുവാനുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ലെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരായ വൈസ് ചാൻസലർമാർ ഇത്തരം പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അത് ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSSന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, ഇതിന്റെ ആവശ്യമില്ല. ഇത്തരം പരിപാടികളിൽ അവർ വിട്ടുനിൽക്കുന്നതായി വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ അത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെന്റ് അംഗീകരിക്കുന്നു. സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരിവേട്ട പൂർണ്ണതോതിൽ ഫലപ്രദമാകാൻ പൊതുജന പങ്കാളിത്തവും പിന്തുണയും കൂടിയേ തീരൂ. അത് പോലീസ് മാത്രമല്ല, പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ആ പരിപാടി വിജയിക്കണമെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വരണം. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഈ ഒരു വലിയ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. അതേസമയം ലഹരി കേസുമായി ബന്ധപ്പെട്ടയാൾ തന്റെ സ്റ്റാഫ് അംഗങ്ങളിൽ ഉണ്ടെന്ന ആരോപണം തള്ളിയ മന്ത്രി അത്തരത്തിലുള്ള ഒരാളും സ്റ്റാഫായി ഉണ്ടാകില്ലെന്നും വ്യക്തമാക്കി. സ്റ്റാഫിൽ അങ്ങനെ ഈ ഇത്തരം കേസുകളിൽപ്പെട്ട ഒരാളും ഉണ്ടാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ M. പത്മകുമാർ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയാൽ അക്കാര്യം SIT അന്വേഷിക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. 90 ദിവസം കഴിഞ്ഞിട്ട് സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT പരിശോധിക്കാവുന്നതാണ്. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. തിരികെ വാർത്തകളിലേക്ക്.
തൃശൂർ ചെമ്പൂക്കാവിൽ കൊറിയർ സ്ഥാപനത്തിൽ തീപിടുത്തം. ജവഹർ ബാലഭവൻ എതിർവശത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ പുറകുവശത്ത് പ്രവർത്തിക്കുന്ന DTDC കൊറിയർ സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. സ്ഥാപനത്തിനകത്തുണ്ടായിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളും കമ്പ്യൂട്ടറും കത്തിനശിച്ചു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മുർക്കനിക്കര സ്വദേശി കണ്ണന്റേതാണ് കൊറിയർ സർവീസ് സ്ഥാപനം. RSSുമായുള്ള ഡീൽ പ്രകാരമാണ് സർവകലാശാലകളിൽ നിയമനങ്ങൾ നടക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി BK സനോജ് ആരോപിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ ശാഖയിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് ആളുകളെ തിരികെ കയറ്റുന്നത്. ഓപ്പറേഷൻ തൂഫാന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കഞ്ചാവ് കേസ് പ്രതിയുടെ സഹോദരനെ നിയമിച്ചിരിക്കുകയാണെന്നും BK സനോജ് ആരോപിച്ചു. RSSന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി നിയമനങ്ങളിൽ RSSന്റെ ശാഖയിൽ നിന്ന് കൊടുത്തുവിടുന്ന ലിസ്റ്റ് പ്രകാരം ആളുകളെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രസ് മീറ്റിൽ വലിയ പൂക്കിത്തരം പറയുകയും നിയമനങ്ങളിൽ എംബോക്കിത്തരം കാണിക്കുകയും ചെയ്യുന്ന ഒരാളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ മാറിയിരിക്കുകയാണ്. ഓരോ നിയമനങ്ങളുടെയും കാര്യങ്ങൾ പരിശോധിച്ചാൽ അങ്ങേയറ്റം അപകടകരമായ ഒരു കളിയാണ് RSS ഡീലിൻ്റെ ഭാഗമായി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയായി B അശോകിനെയാണ് നിയമിച്ചത്. അശോക് നേരത്തെ തന്നെ UDFന്റെ ഭരണകാലത്ത് നടപടിക്ക് വിധേയമാക്കപ്പെട്ട ഒരാളാണ്. ഈ കഴിഞ്ഞ ഭരണകാലത്തും നടപടിക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ അശോകിനെ തന്നെ എന്ത് ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയായി നിയമിച്ചത് എന്ന് റോജി M. ജോണും VD സതീശനും വിശദീകരിക്കണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഇന്ന് സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ ഉദ്ഘാടന ദിവസമായിരുന്നു. ഇന്ന് പല ബസ്സുകളിലും പുതിയ സ്റ്റിക്കർ വന്നിരിക്കുകയാണ്. സിറ്റി ഫാസ്റ്റ് എന്നാണ് പല ഓർഡിനറി ബസ്സുകളുടെയും പുറത്ത് ഒട്ടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആനുകൂല്യം കിട്ടേണ്ട പല ബസ്സും സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മാധ്യമ വാർത്തയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്താൻ സർക്കാർ ഉത്തരവാദിത്വമുണ്ട്. ഇത്തരം ഗിമ്മിക്കുകൾ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി DYFI അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിൽ ഗുരുവായൂരിലെ ഫുട്ബോൾ ലോകകപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനം നിർത്തിവെക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ്. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറാണ് അനുമതി നിഷേധിച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനത്തിന് ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ചതിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കർശന നിലപാട് സ്വീകരിച്ചു. സർക്കാർ അനുമതിയില്ലാത്തതിനാൽ പ്രദർശനം തുടരുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് TK വിനോദ് കുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് രേഖപ്പെടുത്തി ഹർജി തീർപ്പാക്കി. സർക്കാർ അനുമതിയില്ലാതെ നഗരസഭയുടെ പ്രദർശനം പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ആദ്യം പ്രദർശനം വിലക്കി തദ്ദേശ വകുപ്പ് കത്ത് നൽകിയിരുന്നെങ്കിലും പിന്നീട് കൗൺസിൽ തീരുമാനം നടപ്പാക്കാമെന്ന നിർദ്ദേശം വന്നതോടെ 4 ദിവസത്തോളം പ്രദർശനം നടന്നിരുന്നു. എന്നാൽ സർക്കാർ തലത്തിൽ നിന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രദർശനം നിർത്തിവെക്കാനാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം. TCV ഗുരുവായൂർ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMAയും ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി 3 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരുമ്പിശ്ശേരി സ്വദേശികളായ പുതുക്കാട്ടിൽ വീട്ടിൽ പ്രണവ്, തറയിൽ വീട്ടിൽ അഖിൽ, എടക്കുളം സ്വദേശി പാച്ചേരി വീട്ടിൽ ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കുന്ന പൊതുപ്രവർത്തകന് കാലത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. മന്ത്രി OJ ജനീഷിന് കൊടുങ്ങല്ലൂർ പൗരാവലി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, ചെയർമാൻ മഹല്ല് ഖത്തീബ് അബ്ദുൽ അസീസ് നിസാബി എന്നിവർ ആശീർവാദ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിന്റെ മനസ്സ് ഒരു ചിത്രം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായ്ക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ദിവസം മനസ്സിൽ ആഗ്രഹിച്ചതും ആ ദിവസം മനസ്സിൽ കുറിച്ചതുമാണ് OJ ജനീഷ് കൊടുങ്ങല്ലൂരിന്റെ MLA ആയിരിക്കണം എന്നുള്ളത്. പക്ഷെ നമ്മളെ കാത്തിരുന്നത് അമല ജൂബിലി മിഷൻ ആശുപത്രികളിൽ നഴ്സുമാരുടെ സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ തൃശൂർ അതിരൂപത അടിയന്തര വൈദിക സമ്മേളനവും പാസ്റ്ററൽ കൗൺസിലും വിളിച്ചു. സമരത്തിന്റെ മറവിൽ അതിരൂപതയ്ക്കും അതിരൂപത അധ്യക്ഷനുമെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളെയും സാമൂഹ്യ മാധ്യമ ആക്രമണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് അതിരൂപത ആശുപത്രി സംരക്ഷണ സമിതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ആശുപത്രികളാണ് ജൂബിലിയും അമലയും. ഈ സ്ഥാപനങ്ങളെ മാത്രം സമരകേന്ദ്രങ്ങളാക്കുന്ന UNAയുടെ നടപടി ദുരൂഹമാണെന്നും സമിതി കുറ്റപ്പെടുത്തി. യോഗത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജെയ്സൺ കുനമ്പ്ള
മുളാക്കൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോബി കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. പോർക്കുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പഴഞ്ഞി സ്വദേശി മരിച്ചു. കുന്നംകുളം പാലസ് റോഡിലെ ഗോൾഡൻ അക്വേറിയം ഉടമ 48 വയസ്സുള്ള ജെബി പി ജോൺ ആണ് മരിച്ചത്. ഈ മാസം 5-ന് വീട്ടിൽ നിന്നും കുന്നംകുളത്തുള്ള കടയിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ പോർക്കുളം സെന്ററിൽ വെച്ചായിരുന്നു അപകടം. ജെബി സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ അജ്ഞാത വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്താൻ കുന്നംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാള അണ്ണല്ലൂർ കാരൂർ റോഡിൽ പിക്കപ്പ് വാൻ ഇടിച്ച് യുവാവ് മരിച്ചു. കാരൂർ സ്വദേശി കരയാമ്പറമ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള സിൻസൻ ജോസഫാണ് മരിച്ചത്. കാരൂർ കനാൽ പരിസരത്തുള്ള വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം. വിയൂരിൽ പാൽവണ്ടിയും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ ജൂലൈ 17 കർക്കിടകം 1 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭഗവത് സേവയും നടക്കും. ഇതിന്റെ ഭാഗമായി പടിഞ്ഞാറേ ഗോപുരത്തിനോട് ചേർന്ന് സംഭാവന കൗണ്ടർ ആരംഭിച്ചു. കൗണ്ടറിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു നിർവഹിച്ചു. വടക്കുനാഥൻ ക്ഷേത്ര മാനേജർ ലക്ഷ്മി കെ പ്രകാശൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. വടക്കുനാഥൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് കുന്നത്ത്, സെക്രട്ടറി കെ മനോജ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ഉഷാ നന്ദിനി എന്നിവർ സംസാരിച്ചു. കൗണ്ടറിൽ പൂജാദ്രവ്യങ്ങളും സംഭാവനകളും സ്വീകരിക്കുന്നതാണ്. തൃശൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ TV അച്യുത വാര്യർ PV അയ്യപ്പൻ സ്മാരക അവാർഡുകൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിതരണം ചെയ്തു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി സംബന്ധമായ റിപ്പോർട്ടിന് ദേശാഭിമാനി സീനിയർ സബ് എഡിറ്റർ സയൻസൻ, ദൃശ്യമാധ്യമത്തിലെ പരിസ്ഥിതി റിപ്പോർട്ടിന് മാതൃഭൂമി ന്യൂസ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ EV ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് അച്യുത വാര്യർ പുരസ്കാരവും അമൃത TV ക്യാമറമാനായിരുന്ന PV അയ്യപ്പന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വീഡിയോഗ്രാഫി പുരസ്കാരം മീഡിയ വൺ സീനിയർ ക്യാമറ ചെയർപേഴ്സൺ സഞ്ജു ഒറ്റമ്പലിനും സമ്മാനിച്ചു. തൃശൂർ പ്രസ് ക്ലബിന്റെ ചരിത്രം സംബന്ധിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ CA കൃഷ്ണൻ രചിച്ച വൃത്താന്തവൃത്തം എന്ന പുസ്തകവും രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ C അച്യുത വാര്യർ സ്മാരക പ്രഭാഷണവും PP സലീം അയ്യപ്പൻ അനുസ്മരണവും നടത്തി. രാജൻ ജയപ്പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 18, 19, 20 തീയതികളിൽ തൃശൂരിൽ സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണം നടന്നു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് B വസീഫ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, AC മൊയ്തീൻ MLA, KK രാമചന്ദ്രൻ MLA, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA, ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, കവി ഡോക്ടർ C രാവുണ്ണി, സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, CPM നേതാക്കളായ MK കണ്ണൻ, PK ഷാജൻ, UP ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളികാലം. ലോകകപ്പിലെ മലയാളി സാന്നിധ്യമായ ഖത്തർ താരം തഹ്സീൻ മുഹമ്മദ് ജംഷിദിന്റെ 70 അടിയോളം ഉയരമുള്ള കട്ടൗട്ട് സ്ഥാപിച്ച് ആവേശം വാനോളം ഉയർത്തിയിരിക്കുകയാണ് പാത്രമംഗലം കൂട്ടായ്മ. നിരവധി ഫുട്ബോൾ താരങ്ങൾക്ക് ജന്മം നൽകിയ ഗ്രാമമാണ് പാത്രമംഗലം. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഇവർക്ക് ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ്. വരും കാലങ്ങളിൽ ഇന്ത്യയും ലോകകപ്പിൽ കളിക്കുമെന്ന പ്രതീക്ഷയുയർത്തി നാളെ എന്റെ നാടും വരുമെന്ന ശീർഷകത്തോടെ വേൾഡ് കപ്പിലെ മലയാളി താരമായ ഖത്തറിന്റെ തഹ്സീൻ മുഹമ്മദ് ജംഷിദിന്റെ കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. വെള്ളാറ്റഞ്ഞൂർ പാടശേഖരത്തിന്റെയും പാത്രമംഗലം പുഴയുടെയും ഓരത്താണ് തഹ്സീൻ മുഹമ്മദ് ജംഷിദിന്റെ കട്ടൌട്ട് തലയുയർത്തി നിൽക്കുന്നത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആഘോഷമായാണ് കട്ടൗട്ട് സ്ഥാപിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ലോകമെമ്പാടും ഉയർന്നു നിൽക്കുകയാണ്. തഹ്സീൻ മുഹമ്മദിന്റെ 70 അടിയോളം ഉയരമുള്ള ഈ ഫ്ലെക്സ് നമ്മൾ ഇവിടെ പാത്രമംഗലം പുഴയുടെ തീരത്ത് എല്ലാവർക്കും കാണാൻ വേണ്ടി തന്നെ വളരെ ഭംഗിയായിട്ട്
പാത്രമംഗലം കൂട്ടായ്മയുടെ വക ഈ നാടിന് സമർപ്പിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന സുനിൽ ഛേത്രിയുടെ 60 അടിയോളം ഉയരമുള്ള കട്ടൌട്ടർ സ്ഥാപിച്ച് പാത്രമംഗലം കൂട്ടായ്മ ശ്രദ്ധ നേടിയിരുന്നു. നാളെ വാക്കും വരുമെന്ന ഞങ്ങളുടെ പ്രവചന മുദ്രിതമായ വാക്കുകൾ ഇനിയും യാഥാർത്ഥ്യമാകുവാൻ ഉണ്ട് എന്നതിന് പിൻപറ്റിയാണ് തഹസീൻ മുഹമ്മദിന്റെ ഈ കട്ടൌട്ടർ ഞങ്ങൾ സ്ഥാപിച്ചത്. ഈ കട്ടൌട്ടർ പാത്രമംഗലത്തിന് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ്. ഈ നിർമ്മിതിയിലൂടെ ഞങ്ങൾ ഉറക്കെ പറയുന്നു, നാളെ നാടും വരും. വ്യത്യസ്തമായ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധ നേടിയ കൂട്ടായ്മയാണ് പാത്രമംഗലം. പ്രവാസിയായ അഷ്റഫ് മുഹമ്മദുണ്ണിയാണ് പാത്രമംഗലം കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. നാടെങ്ങും ലോകകപ്പ് ലഹരിയിലാണ്. ഫ്ലക്സുകൾ സ്ഥാപിച്ചും ഭീമൻ കട്ടൌട്ടറുകൾ ഉയർത്തിയും നാട്ടിൻപുറങ്ങളിൽ പോലും ഇഷ്ട ക്ലബിന് പിന്തുണയർപ്പിക്കുകയാണ് ആരാധകർ. ലോകകപ്പ് ഫ്ലക്സുകളുടെ കാലം കൂടിയാണ്. ഇപ്പോൾ മുൻകാലങ്ങളിലേതുപോലെയല്ല, പ്രകൃതി സൗഹൃദ ഫ്ലക്സുകളാണ് സ്ഥാപിക്കുന്നത്. കൂടുതൽ ആരാധകർ അർജന്റീനയ്ക്കും ബ്രസീലിനും തന്നെ. പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, സ്പെയിൻ തുടങ്ങിയ ടീമുകൾക്കും ആരാധകർ ഏറെയുണ്ട്. മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, എംബാപ്പെ തുടങ്ങിയ താരങ്ങളാണ് പ്രധാനമായും ഫ്ലക്സുകളിൽ നിറയുന്നത്. പല വർണ്ണത്തിലും വലുപ്പത്തിലുമുള്ള ഫ്ലക്സുകൾ സ്ഥാപിച്ച സ്പോർട്സ് ക്ലബ്ബുകൾ തമ്മിൽ മത്സരം പോലുമുണ്ട്. ഗർജിക്കുന്ന നെയ്മറും മുണ്ടുടുത്ത മെസ്സിയുമെല്ലാം ആരാധകരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈനർമാർ ഒരുക്കും. ചേലക്കരയിലെ ഡിവൈൻ പ്രസിൽ ഡിസൈൻ ചെയ്ത ഫ്ലക്സിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. പ്രസ് ഉടമ ജേക്കബ് ജെറോമിൻ്റെ മകൻ ആഗ്നേൽ ജോണാണ് വേറിട്ട ഡിസൈനുകൾ തയ്യാറാക്കിയത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഈ ഫ്ലക്സുകൾ കയറിപ്പോയത്. TCV, തൃശ്ശൂർ. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ അരിമ്പൂർ സെന്റ് അൽഫോൺസ ഹൈസ്കൂൾ ഷൂട്ടൌട്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ റോയ് ജോസഫ് വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകൻ ജോബി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അലൈവ് ഇനാശു, ട്രസ്റ്റി ബിജോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ചേംബറിൽ അനുമതി കൂടാതെ ഒരു സംഘം പോലീസുകാർ അതിക്രമിച്ചു കയറിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ചേംബറിൽ പ്രസിഡന്റും ബോർഡ് മെമ്പറും സെക്രട്ടറിയും ഔദ്യോഗികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ 6 പേർ അടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ ബോർഡ് ചേംബറിൽ കടന്നുവരികയുണ്ടായി. സ്ഥാപന മേധാവിയുടെ അനുമതി കൂടാതെയും ബോർഡ് ആവശ്യപ്പെടാതെയുമാണ് പോലീസ് സംഘം ബോർഡ് ചേംബറിൽ കയറിയത്. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, K. മുരളീധരൻ, ബിന്ദു കൃഷ്ണ എന്നിവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വെവ്വേറെ സമയങ്ങളിലായാണ് ഇവർ ക്ഷേത്രത്തിലെത്തിയത്. ബിന്ദു കൃഷ്ണ പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനും രമേശ് ചെന്നിത്തല രാവിലെ ശിവേലിക്ക് ശേഷവുമാണ് ദർശനം നടത്തിയത്. K. മുരളീധരൻ ഉഷപൂജ സമയത്താണ് ദർശനത്തിനെത്തിയത്. ചെന്നിത്തല വർഷങ്ങളായി എല്ലാ മലയാള മാസം 1-ാം തീയതിയും ക്ഷേത്ര ദർശനത്തിന് എത്താറുണ്ട്. അച്ഛന്റെ പാത തുടർന്ന് എല്ലാ മാസവും മുരളീധരനും ക്ഷേത്ര ദർശനത്തിന് എത്തുന്നുണ്ട്. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾക്ക് താമസ സൗകര്യമൊരുക്കുന്ന 2 ഹോം സ്റ്റേകൾക്കെതിരെ ഉയർന്ന ശബ്ദമലിനീകരണം ഉൾപ്പെടെയുള്ള പരാതികളിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ടുമായി അതിരപ്പള്ളി SHO നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം P. ഗീത നിർദ്ദേശം നൽകി. അടുത്ത മാസം 8-ാം തീയതി തൃശൂർ PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഹാജരാകുവാനാണ് ഉത്തരവ്. സ്വകാര്യ ഹോം സ്റ്റേകൾക്ക് സമീപം താമസിക്കുന്ന 90ഓളം വീട്ടുകാർക്ക് വേണ്ടി വെറ്റിലപ്പാറ സ്വദേശി ജോർജ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. സുശ്രുത സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് സൗജന്യ ഡയബറ്റിക് ഫുഡ് കെയർ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന പരിപാടി സീനിയർ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ MB രാമൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആന്റോ ഫ്രാൻസിസ്, ഡോക്ടർ മെൽവീൻ തമ്പി, ഡോക്ടർ VG അനിൽജിത്ത് നേതൃത്വം നൽകി. കാലുകളുടെ സംരക്ഷണത്തിലൂടെ പ്രമേഹം നിയന്ത്രിക്കുവാനായി രോഗികൾക്ക് അവബോധം നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. തൃശൂരിലെ വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ രോഗികൾക്ക് ഡയബറ്റിക്, ഓർത്തോ, കസ്റ്റമൈസ്ഡ് ചെരുപ്പുകൾ നൽകി. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതം. പൈപ്പ് ലൈൻ പ്രവൃത്തിക്ക് ശേഷമാണ് റോഡ് തകർന്ന നിലയിലായത്. ചളിങ്ങാട് റോഡിലൂടെയുള്ള യാത്ര ദിവസേന കൂടുതൽ ദുഷ്കരമാവുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു.
ഏകദേശം ഒരു മാസം മുൻപ് കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം കുഴിച്ചെടുത്ത് പിന്നീട് മണ്ണിട്ട് മൂടിയിരുന്നു. എന്നാൽ തുടർച്ചയായി പെയ്ത മഴയിൽ മൂടിയ ഭാഗത്ത് മണ്ണൊലിച്ചു പോവുകയും റോഡ് ചെളിക്കുണ്ടായി മാറുകയും ചെയ്തു. ചെളിങ്ങാട് പള്ളിക്ക് മുന്നിലെ ഏകദേശം 250 മീറ്റർ ദൂരത്തിലുള്ള ഭാഗത്താണ് ദുരവസ്ഥ. മഴവെള്ളം കെട്ടിനിൽക്കുകയും റോഡ് പൂർണ്ണമായും ഒഴുകിപ്പോവുകയും ചെയ്തതോടെ റോഡിന്റെ പല ഭാഗങ്ങളും കാന പോലെയുള്ള ആഴത്തിലുള്ള കുഴികളായി മാറിയിരിക്കുകയാണ്. ഇതുവഴി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനയാത്ര അപകട ഭീഷണിയിലാണ്. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചു. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്ത ഭാഗത്ത് ടാറിംഗ് നടത്തി റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കയ്പമംഗലം. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,890 രൂപ, പവന് 1,11,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിൽ ഷിഗല്ല ബാധിച്ച് യുവാവ് മരിച്ചു. മാപ്രാണം സ്വദേശിയായ 43-കാരനാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഷിഗല്ല ബാധ വ്യക്തമായത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. തൃശൂരിൽ സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർത്തലാക്കിയ KSRTCയുടെ ഗ്രാമീണ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശബരിമല മാതൃകയിലുള്ള വെർച്വൽ ക്യൂ സംവിധാനം ഉടനെന്ന് മന്ത്രി K മുരളീധരൻ. ക്ഷേത്ര നഗരിയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 9 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെ ഒരുമിച്ച് അണിനിരക്കണമെന്നും ആഭ്യന്തരമന്ത്രി. സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ സപ്ലൈകോ. അന്തിക്കാട് 1000-ഓളം കോൾ കർഷകർ വലയുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.